ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലെ 13ാമത്തെ ലെസണിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തിനാണ്? ടെക്നിക്കൽ അനാലിസിസ് തന്നെ എന്തിനാണ് ചെയ്യുന്നത്? നല്ലൊരു എൻട്രി മെത്തേഡ് കണ്ടെത്തുന്നതിനും നല്ലൊരു എക്സിറ്റ് മെത്തേഡ് കണ്ടെത്തുന്നതിനും നല്ലൊരു മണി മാനേജ്മെൻറ്റ് ചെയ്യുന്നതിനും. അപ്പം ഈ ഒരു ലെസണിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്? നല്ല എൻട്രി മെത്തേഡ് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന്, അതായത് എൻട്രി സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നമ്മളൊരു നല്ല എൻട്രി തന്നെ എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം മാർക്കറ്റിൽ ഒരു 70% സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു സൈഡിൽ ഞാനൊരു പ്യൂമ എന്ന കമ്പനിയുടെ ഒരു ക്രിക്കറ്റ് ബാറ്റ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മളൊരു കോഡ് വേർഡ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഒരു കോഡ് വേർഡാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു കോഡ് വേർഡ് നമുക്കൊന്ന് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ പ്യൂമ ബാറ്റ് VCC സ്ട്രാറ്റജി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളൊരു കോഡ് വേർഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ലെസണും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെന്തിനാണ്? നമ്മൾ ഓരോ ടൈമിലും ചാർട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ചാർട്ടിൻ്റെ മുകളിൽ നമ്മൾ എൻട്രി മെത്തേഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള എൻട്രി എടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കോഡ് വേർഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു ഓരോ സ്റ്റാർട്ട് എടുത്തതിന് ശേഷവും അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം, ഈ ഒരു P എന്ന് പറഞ്ഞാൽ എന്താണ്? പുൾ ബാക്ക്. U എന്ന് പറഞ്ഞാൽ എന്താണ്? അപ് ട്രെൻഡ്. M എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവിങ് ആവറേജ്. B എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക് ഔട്ട്. T എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ഫ്രെയിം. V എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം. C എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻഡിൽ സ്റ്റിക്ക്. C എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർട്ട് പാറ്റേൺ. S എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോപ്പ് ലോസ്. T എന്ന് പറഞ്ഞാൽ ടാർഗറ്റ്. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻറ്റ് ആൻഡ് സപ്പോർട്ട് റോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാം നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഓരോ ചാർട്ടിലും അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അതെല്ലാം അവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുകയുള്ളൂ. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ ഞാൻ APR ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഡെയിലി ടൈം ഫ്രെയിം ആണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ മാർക്ക് ചെയ്തതിന് ശേഷം എൻട്രി ക്യാൻഡിൽ എന്ന് പറഞ്ഞ് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ലൊക്കേഷനിലാണ് നമുക്ക് എൻട്രി വരുന്നത്. അപ്പോൾ അതെങ്ങനെ എൻട്രി വരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ ഇതുവരെ പഠിച്ച ഓരോ ലെസൺസും കമ്പൈൻ ചെയ്തിട്ടാണ് ആ ഒരു എൻട്രി പോയിന്റ് ഇവിടെ കണ്ടെത്താൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ P എന്ന് പറഞ്ഞ പുൾ ബാക്ക് കൺഫർമേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയുടെ കീവേഡ്സ് എന്തിനാണ്? നമുക്ക് പ്യൂമ ബാറ്റ് VCC സ്ട്രാറ്റജി എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഓർത്ത് ചെയ്യുമ്പോൾ തന്നെ എന്താണ്? P എന്ന് പറഞ്ഞാൽ എന്തോ കാര്യമായിട്ട് ലിങ്ക് ചെയ്യണം. എന്താണ്? പുൾ ബാക്ക്. രണ്ടാമത്തെ എന്താണ്? U എന്ന് പറഞ്ഞാൽ എന്താണ്? അപ് ട്രെൻഡ്. അപ്പം 1 by 1 ആയിട്ട് അങ്ങനെ ഓർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് സ്റ്റാർട്ടിങ്ങിൽ. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് മൈൻഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ പ്യൂമ ബാറ്റ് സ്ട്രാറ്റജി നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ എൻട്രി മെത്തേഡിന് ഞാൻ തന്നെ ഇട്ട പേരാണ്. ഒരിക്കലും ഇത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കത്തില്ല. പ്യൂമ ബാറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല. ഓക്കെ, ഇത് ഞാൻ പേഴ്സണലി ഐഡൻറ്റിഫൈ ചെയ്ത ഒരു കോഡ് വേർഡ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്ത് എല്ലാവർക്കും സിമ്പിളായിട്ട് കാര്യങ്ങൾ ഓർത്തെടുക്കാനും ഈ ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു ചാർട്ടിലേക്ക് അപ്ലൈ ചെയ്ത് എൻട്രി എടുക്കുന്നതിന് വേണ്ടി. ഒന്നാമത്തെ എന്താണ്? P പുൾ ബാക്ക് കൺഫർമേഷൻ. ഈ ഒരു ചാർട്ടിൽ പുൾ ബാക്ക് കൺഫർമേഷൻ നടക്കുന്നുണ്ടോ? ഉണ്ട്. ഈ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോകുമായിരുന്നു, അതിനുശേഷം ഈ ഒരു റീജിയണിൽ പുൾ ബാക്ക് ആയിരുന്നു. ഓക്കെ, അപ്പം ആ ഒരു പുൾ ബാക്കിന് ശേഷം ഇവിടെ നിന്ന് പോയി ഈ ഒരു പുൾ ബാക്കിന് ശേഷം സ്റ്റഡി അപ് ട്രെൻഡ്, അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ചെറിയ ഡൗൺ ട്രെൻഡിനാണ്, ഒരു ഷോർട്ട് ടൈമിലെ ഡൗൺ ട്രെൻഡിനാണ് നമുക്ക് പുൾ ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പുൾ ബാക്കിന് ശേഷം അത് ബ്രേക്ക് ഔട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പുൾ ബാക്ക് നടക്കുന്നുണ്ടോ? പുൾ ബാക്ക് നടക്കുന്നുണ്ട്, അത് കൺഫേം ആകുന്നുണ്ട്. ഓക്കെ, ഇനി അപ് ട്രെൻഡ് ആണോ? ഇത് ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡ് ആണ്. നമുക്ക് മൂവിങ് ആവറേജ് കാണാൻ സാധിക്കും. ക്ലിയർ ആയിട്ട് റേസിംഗ് ആണ്. ഓക്കെ, ഇതുണ്ടോ? റേസിംഗ് ആണ് മൂവിങ് ആവറേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൂവിങ് ആവറേജ് നോക്കി നമുക്ക്, അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ പാറ്റേൺ നോക്കി, ഇത് കണ്ടോ? ഇങ്ങനെ ഉള്ള പാറ്റേൺ നോക്കി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് സ്റ്റോക്ക് അപ് ട്രെൻഡ് ആണ്. ഓക്കെ, നമ്മളപ്പോൾ സ്റ്റോക്ക് അപ് ട്രെൻഡ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഇനി EMA 20 ബിലോ ആൻഡ് നിയർ ഓഫ് സ്റ്റോക്ക് പ്രൈസ് ഇൻ ഡെയിലി ചാർട്ട്. നമ്മൾ ഡെയിലി ചാർട്ട് ഓപ്പൺ ആക്കുന്ന സിറ്റുവേഷനിൽ നമ്മളെടുക്കുന്ന എൻട്രി ക്യാൻഡിലിൻ്റെ താഴെയായിരിക്കണം EMA 20. അതെ, EMA 20 ഈ ഒരു ബ്രേക്ക്ഔട്ട് ക്യാൻഡലിന് താഴെയാണ്. അതുപോലെ തന്നെ കുറച്ച് നിയർ ആയിരിക്കണം, അടുത്തോടെയാണ് പോകുന്നത്. അതെ, അതായത് ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് ഇത് മുകളിലേക്ക് വരുന്നതെങ്കിൽ ആ ഒരു എൻട്രി ക്യാൻഡിൽ അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പം അതിനോട് ചേർന്ന് നിൽക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണോ? അതെ. ഓക്കെ, ഇനി
ബ്രേക്ക് കൺഫർമേഷൻ, ഇവിടെ ബ്രേക്ക് കൺഫർമേഷൻ നടക്കുന്നുണ്ടോ? ഉണ്ട്. ക്ലിയർ ആയിട്ട് ഈ ഒരു റീജിയണൊക്കെ മുകളിൽ, ഈ ഒരു ചാനൽ പാറ്റേണിന് മുകളിൽ ക്ലിയർ ആയിട്ട് ഒരു ബ്രേക്ക് പ്ലസ് ക്ലോസിങ് വരുന്നുണ്ട് ഈ ഒരു ക്യാൻഡിൽ. അപ്പോൾ ബ്രേക്ക് കൺഫർമേഷൻ നമ്മൾ ക്ലിയർ ആയിരിക്കണം, അവിടെ ബ്രേക്ക് കൺഫർമേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ടൈം ഫ്രെയിം ഏതായിരിക്കണം? ടൈം ഫ്രെയിം മസ്റ്റ് ബി ഡെയിലി ആൻഡ് വീക്കിലി. നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മൾ 2 ടൈം ഫ്രെയിമിലാണ് എൻട്രി എടുക്കുള്ളൂ. ഒന്നെങ്കിൽ ഡെയിലിയിൽ, അതായത് ഡെയിലി ചാർട്ട് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഡെയിലിയിൽ നമ്മൾ ഇതിന് ഈ ഒരു റീജിയണ് ബ്രേക്ക് ഔട്ട് തരുന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ എൻട്രി എടുക്കും. അതല്ല നമുക്കൊരു വലിയ വീക്കിലി ചാർട്ടിലാണ് നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നതെങ്കിൽ ആ ഒരു ചാർട്ടിൽ എൻട്രി എടുക്കുന്ന സമയത്ത് നമുക്ക് ഡെയിലിയിൽ ബ്രേക്ക് ഔട്ട് തന്നാൽ പോരാ, നമുക്ക് വീക്കിലിയിൽ ബ്രേക്ക് ഔട്ട് തന്നെ. ഓക്കെ, അപ്പം വലിയൊരു ടൈം ഡ്യൂറേഷൻ എടുത്ത ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു ചാർട്ട് പാറ്റേൺ അല്ലെങ്കിൽ ഒരു പുൾ ബാക്കാണ് അവിടെ നടക്കുന്നതെങ്കിൽ അതിന് ബ്രേക്ക് ഔട്ട് ക്ലിയർ കൺഫർമേഷൻ ആയിരിക്കണം. ഒരു ദിവസമല്ല, 3-4 ദിവസം അല്ലെങ്കിൽ 5 ദിവസമൊക്കെ അതിന് മുകളിൽ പ്രൈസ് സർവൈവ് ചെയ്ത് അതിന് മുകളിൽ സ്റ്റോക്ക് ക്ലോസ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് നമ്മളത് ബ്രേക്ക് ഔട്ട് കൺഫേം ആയെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ വോളിയം ചേഞ്ച് ഹൈ ഇൻ ഡെയിലി ആൻഡ് വീക്കിലി. നമ്മൾ വോളിയം ചേഞ്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇതുണ്ടോ, ഇതിൻ്റെ താഴെ എക്സാക്റ്റ് ആയിട്ട് ആ ബ്രേക്ക് ഔട്ടിൻ്റെ താഴെ കണ്ടോ, അതായത് നല്ലൊരു വോളിയം ചേഞ്ച് വന്നിട്ടുണ്ട്, വോളിയം ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു കൺഫർമേഷനാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ് വോളിയം. നമുക്ക് സ്പീഡിലുള്ള, ഇവിടെ നല്ല വോളിയം നന്നായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സ്പീഡിലുള്ള മൊമെൻറ്റം കിട്ടും. അത് വോളിയം കുറവാണെങ്കിൽ അതിൻ്റെ സ്പീഡ് കുറവായിരിക്കും. ഓക്കെ, നമുക്കിപ്പോൾ മൊമെൻറ്റം വേണം എങ്കിൽ അവിടെ വോളിയം ഉണ്ടായിരിക്കണം. ക്യാൻഡിൽ സ്റ്റിക്ക് ബുള്ളിഷ് സ്ട്രെങ്ത് കൺഫർമേഷൻ, നമുക്ക് ക്ലിയർ ആയിട്ട് സ്ട്രെങ്ത് ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഷേപ്പുകൾ പഠിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ച് ക്യാൻഡിൽസ് നല്ല സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽസാണ്. ഏതൊക്കെയാണ് ബുള്ളിഷ് ക്യാൻഡിൽ സ്ട്രെങ്ത് ഉള്ളത്? ഇത് ഏറ്റവും കൂടുതൽ ബുള്ളിഷ് സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിലാണ്. പിന്നെ സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽ ഏതാണ്? ഇതാണ്. അത് കഴിഞ്ഞിട്ട് സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽ ഏതാണ്? ഇതാണ്. അതുപോലെ തന്നെ ഇതും നല്ലൊരു സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിലാണ്. ഇങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു മുകളിൽ മാത്രം ചെറിയൊരു വീക്ക്. ഓക്കെ, അങ്ങനെ സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽസ് നമുക്ക് ഇവിടെ ബ്രേക്ക് ഔട്ട് തരുന്നുണ്ടോ എന്ന് നോക്കണം. അവിടെ തരുന്നുണ്ടോ? ഉണ്ട്, അവിടെ സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിലാണ്. ഓക്കെ, ചാർട്ട് പാറ്റേൺ കൺഫർമേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ചാർട്ട് പാറ്റേൺ ഇതുണ്ടോ, ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി താഴോട്ട് വന്ന് ഇത് കണ്ടോ, ക്ലിയർ ആയിട്ട് അതിന് മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട്. അപ്പോൾ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ആ 4 കണ്ടിന്യൂവേഷൻ പാറ്റേൺ പഠിച്ചതിൻ്റെ അകത്ത് ഒരു പാറ്റേൺ ആണിത്. ഓക്കെ, കൃത്യമായിട്ട് നമുക്കത് പേര് ഇതാണോ എന്നൊരു കൺഫ്യൂഷൻ വരാൻ ചിലപ്പോൾ ചില സമയത്ത് അത് ട്രയാങ്കിൾ ആണോ അതോ പെനൻ്റ് ആണോ എന്നൊക്കെ ഒരു ഡൗട്ട് വരാം. ബട്ട് അത്രയും നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ പേര് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഏകദേശം അത് ക്ലിയർ ആയിട്ട് ഒരു ചാർട്ട് പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അതിനുശേഷം സ്റ്റോപ്പ് ലോസ് മസ്റ്റ് ഗുഡ് ആയിരിക്കണം, ടാർഗറ്റ് മസ്റ്റ് ഗുഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് ഓക്കെ ആണോ എന്ന് നോക്കുക. ഇത്രയും പൈസ നമ്മൾ മാർക്കറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു ടാർഗറ്റെങ്കിലും മിനിമം അച്ചീവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ ഈ ഒരു സ്റ്റോക്കിൽ നോക്കുക. ഇതിൻ്റെ പ്രീവിയസ് സ്വിങ് നോക്കുക. ഈ ഒരു പ്രീവിയസ് സ്വിങ്ങിൽ നിന്ന് ഈ ഒരു സ്വിങ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മോശമില്ലാത്തൊരു ടാർഗറ്റിലേക്ക് വരാം. ഇത്രയും മൂവ്മെൻറ്റ് തന്നെ ഇവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു ടാർഗറ്റ് കിട്ടുമോ എന്ന് നോക്കുക. നമുക്ക് 1:1 എബോ, നമുക്ക് 10 രൂപ മാർക്കറ്റിലേക്ക് കൊടുക്കാൻ നമ്മൾ റെഡി ആണെങ്കിൽ 10 രൂപയ്ക്കാളും കൂടുതൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ റെഡി ആയിരിക്കണം. നമുക്കതിൽ നിന്ന് ഒരു 15 രൂപ അല്ലെങ്കിൽ 20 രൂപ മാർക്കറ്റിൽ നിന്ന് എടുക്കാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള എൻട്രി ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഓക്കെ, 10 രൂപ മാർക്കറ്റിലേക്ക് കൊടുത്തിട്ട് നമ്മളൊരു 15 അല്ലെങ്കിൽ 20 രൂപ എടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിലും നല്ലതാണെങ്കിൽ, അതിലും നല്ല റിവാർഡ് കിട്ടാനുള്ള എൻട്രി ആണെങ്കിൽ അതിലും നല്ലതാണ്. ഓക്കെ, ഞാനൊരു നല്ലൊരു എൻട്രിയാണ് 1:2. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നല്ലതായിരിക്കണം. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ഡ്രോ, നമ്മളിവിടെ റെസിസ്റ്റൻസും സപ്പോർട്ട്സും നമ്മുടെ ക്യാൻഡിലിൽ ഡ്രോ ചെയ്യണം. അതായത് പ്രീവിയസ് ഡേറ്റ നോക്കിയതിന് ശേഷം, ഇതിപ്പം നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിന് മുമ്പുള്ള ടൈം ഫ്രെയിമിൽ, അതായത് കഴിഞ്ഞ 2015-ലും 16-ലും 18-ലും 19-ലും ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു റീജിയണിലെങ്ങാനും ഇങ്ങനെ പോയിട്ട് റെസിസ്റ്റൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? അത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ലെവൽസ് നോട്ട് ചെയ്യണം. അങ്ങനെയുള്ള ലെവൽസ് നോട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇമ്പോർട്ടൻസ്? നമുക്ക് ഈ ഒരു ക്യാൻഡിലിന് എൻട്രി എടുക്കുമ്പോൾ തന്നെ അറിയാം ഇതിനോട് തൊട്ട് ചേർന്നൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ ഒരു എൻട്രി അവോയ്ഡ് ചെയ്യാം. അതല്ല, ഇതിന് മുകളിൽ റെസിസ്റ്റൻസ് ഒന്നുമില്ല, ഒരു സ്റ്റോക്ക് പതുക്കെ താഴേന്ന് റേസ് ചെയ്ത് വന്ന സ്റ്റോക്കാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഇത് ഓൾ ടൈം ഹൈയിലാണ്. അപ്പം ഇത് ഇങ്ങനെ വന്ന് ഇത് ഓൾ ടൈം ഹൈയിലാണ്, ഇതിന് മുകളിൽ റെസിസ്റ്റൻസ് ഒന്നുമില്ല, എവിടെ വരെ വേണമെങ്കിലും പോവാത്. ഓക്കെ, അപ്പം അവിടെ ഒരു ഓപ്പൺ ആണ്, റേഞ്ച് ഓപ്പൺ ആണ് മുകളിലേക്കുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സ്ട്രെങ്ത് ഉള്ള ബുള്ളിഷ് ക്യാൻഡിൽ വന്നു, ഈ ഒരു ഫ്ലാഗ് പാറ്റേൺ ബ്രേക്ക് ഔട്ട് വന്നു, EMA 20 താഴെ നിന്ന് സപ്പോർട്ട് വന്നു, ഈ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൽ ഇവിടെ എൻട്രി എടുക്കാം. ഓക്കെ, അതിൻ്റെ അകത്ത് എത്ര ക്വാണ്ടിറ്റിക്ക് എടുക്കണം, എങ്ങനെ മണി മാനേജ്മെൻറ്റ് ചെയ്യണം എന്നൊക്കെ മുമ്പോട്ട് പോകുമ്പോഴത്തേനും പഠിക്കും. അപ്പം ഇവിടെ എന്താണ്, നമ്മൾ ആദ്യമേ പുൾ ബാക്ക് അപ് ട്രെൻഡ് ഇങ്ങനെ ചെക്ക് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ തന്നെ, നമ്മൾ ചാർട്ട് ഓപ്പൺ ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ്
ട്രെൻഡ് അപ് ട്രെൻഡ് ആണോ? ഓക്കെ, പ്രൈമറി ട്രെൻഡും സെക്കൻഡറി ട്രെൻഡും ചെക്ക് ചെയ്യുക. അപ്പം ആദ്യമേ വീക്കിലിയിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ മന്ത്ലിയിൽ ചെക്ക് ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ ഡെയിലിയിലോട്ട് വന്ന് ട്രെൻഡ് ചെക്ക് ചെയ്യുക. അപ്പോൾ അത് അപ് ട്രെൻഡ് ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ചാർട്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ചാർട്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് നോക്കേണ്ടത്? ഇവിടെ ബ്രേക്ക് തരുന്നുണ്ട്. ബ്രേക്ക് തരുന്നുണ്ട്. അപ്പോൾ ചാർട്ട് പാറ്റേൺ ഒരു ബ്രേക്ക് തരുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് നോക്കേണ്ടത്? ഇത് സ്ട്രെങ്ത് ഉള്ള ബുള്ളിഷ് ക്യാൻഡിലാണോ? സ്ട്രെങ്ത് ഉള്ള ബുള്ളിഷ് ക്യാൻഡിലാണ്. ഓക്കെ, ആ ബുള്ളിഷ് ക്യാൻഡിൽ വോളിയം കൂടുന്നുണ്ടോ? താഴെ വോളിയം നോക്കുക, വോളിയം കൂടുന്നുണ്ട്. ഓക്കെ, ഇവിടെ വോളിയം കൂടുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് നോക്കേണ്ടത്? EMA 20 അതിന് താഴെ തന്നെ സപ്പോർട്ട് പോലെ ആക്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, അതിനോട് ചേർന്ന് തന്നെ ഉണ്ട്, അതിന് സപ്പോർട്ട് പോലെ തരുന്നുണ്ട്. ഓക്കെ, അത് നല്ലതാണ്. ഇനി എന്താണ് നോക്കേണ്ടത്? ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ് തരുന്നുണ്ടോ? ക്ലോസിങ് തരുന്നുണ്ട്. അപ്പം ഒന്നുകിൽ ആ ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങിനോട് അടുത്ത് എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ആ ഒരു ക്യാൻഡിൽ ക്ലോസിങ് തന്നതിന് ശേഷം നമുക്ക് ബ്രേക്ക് ഔട്ട് തന്നു എന്ന് പറയാം. ഇപ്പോൾ ക്ലോസിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ക്ലോസിങ്ങിനോട് അടുത്ത് അല്ലെങ്കിൽ ക്ലോസിങ് തന്നതിന് ശേഷം. ഓക്കെ, ഇനി നമ്മൾ എന്താണ് പറയാനുള്ളത്? നമ്മൾ പറഞ്ഞു ടൈം ഫ്രെയിം ഡെയിലി അല്ലെങ്കിൽ വീക്കിലി യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം വീക്കിലിയിലാണ് ഇങ്ങനൊരു വലിയ പാറ്റേൺ ഉണ്ടാകുന്നതെങ്കിൽ വീക്കിലിയിൽ തന്നെ ബ്രേക്ക് ഔട്ട് വന്നോട്ടെ, അതിനുശേഷം നമുക്ക് എൻട്രി എടുക്കാം. അതല്ല നമ്മളൊരു ചെറിയ പാറ്റേണിൽ ഡെയിലിയിലാണ് ബ്രേക്ക് ഔട്ട് വരുന്നതെങ്കിൽ ആ ഒരു ഡെയിലിയിൽ എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഒരു എൻട്രി മെത്തേഡിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മൾ കൂടുതലായിട്ട് ചാർട്ടിൽ പോയി ഒരുപാട് എക്സാമ്പിൾസ് എടുത്ത് നോക്കും. അതുപോലെ തന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴും പ്രാക്ടിക്കലായിട്ടുള്ള ചാർട്ടിലൊക്കെ പോയി നമ്മൾ കുറേ എക്സ്പീരിയൻസ് ആകും. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ IDFC എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്, IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, ലൈൻ ചാർട്ട് ആയിരിക്കും നിങ്ങളെല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കുമ്പോൾ കാണുന്നത്. ആദ്യമേ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമേ ഈ ഒരു ലൈൻ ചാർട്ട് മാറ്റി അത് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിലേക്ക് ഇടുക. അപ്പം ഒന്നാമത്തെ കാര്യം ചെയ്തു, ക്യാൻഡിൽ സ്റ്റിക്ക്. ഇനി നമ്മൾ ആദ്യമേ തന്നെ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലിയിലേക്ക് ഇടുക, മന്ത്ലിയിലിട്ട് തന്നെ ഇടുക, ഏറ്റവും വലിയ ഒരു ടൈം ഫ്രെയിം എടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതിട്ടു. ഓക്കെ, മന്ത്ലിയിലേക്ക് ഇട്ടു. അതിനുശേഷം വോളിയം ചാർട്ട് ഇതിൻ്റെ അകത്തിട്ട് ആഡ് ചെയ്യുക. വോളിയം ചാർട്ട് ആഡായി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ അകത്തിട്ട് EMA 20 ആഡ് ചെയ്യുക. മൂവിങ് ആവറേജ് 20. ഇവിടെ നമുക്ക് 20 ഇട്ട് കൊടുക്കാം പീരീഡ്. അതുപോലെ തന്നെ ക്ലോസിംഗ് ആണ്, സിമ്പിൾ എന്നുള്ളത് എക്സ്പോണൻഷ്യൽ ഇട്ട് കൊടുക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പം നമ്മുടെ ചാർട്ട് ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ട്രെൻഡ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ ഒരു സ്റ്റോക്ക് കറൻറ്റ് സിനാരിയോയിൽ എന്താണ്? കറൻറ്റ് സിനാരിയോയിൽ ഈ ഒരു മന്ത്ലി ക്യാൻഡിൽ വലിയ ടൈം ഫ്രെയിമിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഇവിടെ EMA 20 റൈസിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ എന്താണ്? ഈ ഒരു സ്റ്റോക്ക് ബുള്ളിഷാണ്. ഓക്കെ, അപ്പം ഇതൊരു അപ് ട്രെൻഡിലാണ് ഈ ഒരു സ്റ്റോക്ക് പോകുന്നത്. അപ്പം ഈ ഒരു സ്റ്റോക്ക് നമുക്ക് കൺസിഡറബിൾ ആണ്. നമുക്ക് വീക്കിലിലോട്ട് ഒന്നും കൂടെ പോയി നോക്കാം. ഓക്കെ, ഈ ഒരു സ്റ്റോക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അപ് ട്രെൻഡാണ്, ഒരു കൺസോൾട്ടേഷൻ അപ് ട്രെൻഡാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായി, ഈ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അത് EMA 20 വെച്ച് തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു വലിയ ടൈം ഫ്രെയിമിൽ തന്നെ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഒന്ന് നോട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടുകളും റെസിസ്റ്റൻസുകളും ഒക്കെ ഒന്ന് നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് നോട്ട് ചെയ്തിരിക്കുന്നത്? ഈ ഒരു പോയിന്റുകൾ ചേർത്ത്, ഈ ഒരു പോയിന്റ് ഒരു സിംഗിൾ പോയിൻ്റാണ്, അത് വെച്ച് നമ്മൾ ഇവിടെ ഒരു ലെവൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങനൊരു ലെവൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു റീജിയൻസ്, ഓക്കെ, ഇതിനു മുമ്പ് ഈ ഒരു റീജിയൻസ് ചേർത്ത്
ഇത് ചേർത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലായിരുന്നു അത്. 1 2 3 3 പോയിൻറ്റ്, 4ാമത്തെ പോയിൻറ്റ് അത് ചേർത്ത് നമ്മളൊരു ലെവൽ ഡ്രോ ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. കാരണം ഇത് കണ്ടോ, 2 പോയിൻറ്റ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ഡ്രോ ചെയ്യാം. അപ്പം അങ്ങനെ അതും കൂടെ ഡ്രോ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് നമ്മൾ ഡ്രോ ചെയ്തു. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എവിടെയാണ് വരുന്നതെന്ന് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഇതൊന്ന് സ്വിച്ച് ചെയ്ത് വീക്കിലിലേക്ക് പോകാം. വീക്കിലിലേക്ക് വന്നപ്പം നമുക്ക് ഈ ഒരു മുകളിലത്തെ ലെവലൊന്നും നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. അതിനെന്ന് പറഞ്ഞാൽ ഒരുപാട് മുകളിലാണ് നിൽക്കുന്നത്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം ഇപ്പോൾ തന്നെ. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങോട്ടാണ് നോക്കുന്നതെങ്കിൽ ഇതുണ്ടോ, ഈ ഒരു റീജിയണിലാണ് ഇതൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇത് അപ് ട്രെൻഡിലേക്ക് വന്നു. ഓക്കെ, അപ് ട്രെൻഡിലേക്ക് വന്നതിന് ശേഷം ഇതുണ്ടോ, ക്ലിയർ ആയിട്ട് ഇത്രയും ഒരു ഡയറക്റ്റ് അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നു. അതിനുശേഷം ഇവിടെ ഒരു പുൾ ബാക്കാണ് സംഭവിച്ചത്. പുൾ ബാക്ക് എങ്ങനെയാണ്? ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള അപ്സൈഡ് മൂവ്മെൻറ്റത്തിന് ശേഷം ഒരു കറക്ഷൻ ഉണ്ടാകും. അവിടെ കറക്ഷനിൽ എന്താണ്? അവിടെ വോളിയം കുറവായിരിക്കും. പുൾ ബാക്കിന് വോളിയം കുറഞ്ഞ് ഇങ്ങനെ ഒരു പുൾ ബാക്കാണ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കുക, എന്തെങ്കിലും ചാർട്ട് പാറ്റേൺസ് ഫോം ചെയ്തിട്ടുണ്ടോ? ചാർട്ട് പാറ്റേൺസ് ഫോം ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കൈൻഡ് ഓഫ് ഫ്ലാഗ് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്കതൊന്ന് ഡ്രോ ചെയ്യാം. അതിനുവേണ്ടി ട്രെൻഡ് ലൈനാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ആ മുകളിലത്തെ ലെവൽസ് എല്ലാം ചേർത്ത് ഒരു ട്രെൻഡ് ലൈൻ വരച്ചു. ഈ താഴത്തെ ലെവലെല്ലാം ചേർത്ത് ഇങ്ങനെ ഒരു ലെവലാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോയി ഈ ഒരു റീജിയണിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് ബൗൺസ് ചെയ്ത് സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് ഈ ഒരു റീജിയണിൽ വരെ ട്രേഡ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ചാർട്ട് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് മുകളിലേക്ക് ബ്രേക്കൗട്ട് തന്നെ. ഇവിടെ മുകളിലേക്ക് ബ്രേക്കൗട്ട് തന്നിട്ടുണ്ടോ? നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ബ്രേക്കൗട്ട് തന്നു. അതിനൊപ്പം തന്നെ ഇവിടെ വോളിയം പതുക്കെ ഇൻക്രീസ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ വോളിയം ഇൻക്രീസ് ചെയ്ത് കണ്ടോ, വോളിയം പതുക്കെ ഇൻക്രീസ് ചെയ്ത്. ഓക്കെ, അപ്പം അത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പ്രൈസ് മൂവിങ് വിത്ത് വോളിയം, റൈസിങ് വോളിയം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റീജിയണിൽ നമുക്ക് ഈ ഒരു EMA 20യുടെ ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് അതിനോട് ചേർന്നാണ്, അതുപോലെ തന്നെ അതിന് താഴെയുമാണ്. ഓക്കെ, അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പുൾ ബാക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു ബ്രേക്കൗട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ആ ഒരു ബ്രേക്കൗട്ട് ക്യാൻഡിൽ എവിടെയാണ് ക്ലോസിങ് ചെയ്യുന്നത്? ക്ലിയർ ആയിട്ട് മുകളിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത് നോക്കുക, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ഒരു സിനാരിയോയിൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എൻട്രി എടുക്കാൻ വേണ്ടി നമുക്ക് ഏകദേശം ഒരു എൻട്രി എടുക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പം അവിടെ നോക്കുക, ഇനി നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ മാർക്കറ്റിന് ഇനി എത്ര രൂപ കൊടുക്കണം? മാർക്കറ്റിന് എത്ര രൂപ കൊടുക്കണം? നമ്മൾ പറഞ്ഞു ഈ ഒരു ക്യാൻഡിലിൽ നമ്മൾ ഇവിടെയാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത ദിവസം സ്റ്റാർട്ടിങ്ങിൽ രാവിലെയാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ മാർക്കറ്റിന് നമ്മൾ ഇത്രയും പൈസ കൊടുക്കേണ്ടി വരും. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒന്നെങ്കിൽ ആ ഒരു ബ്രേക്കൗട്ട് ക്യാൻഡിലിൻ്റെ, ഇവിടെ ഇപ്പോൾ വീക്കിലിയിലാണ് ബ്രേക്കൗട്ട് നടന്നത്, അപ്പോൾ ആ ഒരു വീക്കിലി ബ്രേക്കൗട്ടിൻ്റെ താഴെ ക്യാൻഡിൽ വീണ്ടും ട്രേഡ് ചെയ്ത് ഇതിന് താഴെ വന്ന് ക്ലോസിങ് തരുവാണെങ്കിൽ വെറുതെ വന്നാൽ പോരാ, ക്ലോസിങ് തരുവാണെങ്കിൽ ആ ഒരു സിനാരിയോയിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആവും. ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് നമുക്ക് മാർക്കറ്റിന് എത്ര രൂപ കൊടുക്കണം? ഇത്രയും എമൗണ്ട് കൊടുക്കണം. ഏകദേശം എത്രയാണ്? ഒരു 62 റീജിയനിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഈ ഒരു റീജിയൻ ഒരു 54 റീജിയൻ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ 8 രൂപ കൊടുക്കേണ്ടി വരും. 62ൽ നിന്ന് ഒരു 54 ആണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 8 രൂപ കൊടുക്കേണ്ടി വരും. 6ഉം 2ഉം 8 രൂപ കൊടുക്കേണ്ടി വരും. ഈ ഒരു റീജിയനിൽ നമ്മൾ മാർക്കറ്റിന് എത്ര കൊടുക്കണം? 8 കൊടുക്കണം. അതുപോലെ തന്നെ ഇതിന് താഴെ ഒന്നുകിൽ ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് താഴെ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് ഇടുന്നത്? ഈ ഒരു റീജിയനിൽ, ഈ ഒരു സ്വിങ്ങിന് താഴെ. ഇത് കുറച്ചും കൂടെ എഫക്റ്റീവാണ്. ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഒരുപക്ഷെ കട്ടായേക്കാം, ബട്ട് ഈ ഒരു സ്റ്റോപ്പ് ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണ്. ഇവിടെ എത്രയാണ്? ഇത് ഏകദേശം 53 റീജിയൺ അല്ലെങ്കിൽ 52 റീജിയനാണ്. ഓക്കെ, ഈ ഒരു റീജിയൻ 52 റീജിയനാണ്. അപ്പം 62ലാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ ഒന്നുകിൽ 8 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ബ്രേക്കൗട്ട് ക്യാൻഡിലിൻ്റെ ലോയിലിടാം, അല്ലെങ്കിൽ 52ലിടാം. അതായത് ഒരു 10 രൂപ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഏകദേശം 8 രൂപയ്ക്ക് നമുക്ക് ഓക്കെയാണ്. ഓക്കെ, മോശമില്ലാത്തൊരു സ്റ്റോപ്പ് ലോസ് എന്നാണ് പറയാൻ പറ്റുള്ളൂ. ഒരു 8 രൂപയ്ക്ക് ഒരു
അതായത് ഒരു എത്ര പെർസെൻറ്റേജ് ആണ്, ഏകദേശം 10% ഒക്കെയാണ് ഇവിടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. നമുക്കൊരു 5% to 10% അറൗണ്ട് മാക്സിമം 15% ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ഒരു സ്റ്റോക്കിൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കാവുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു റീജിയണിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് 8 രൂപയാണ് ഈ ഒരു സ്റ്റോക്കിൽ കൊടുക്കാൻ റെഡി. ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ എത്ര വരെ പോകാൻ പോസിബിലിറ്റി ഉണ്ടെന്ന് നോക്കുക. ഇവിടെ നിന്ന് എത്രയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഏകദേശം ഒരു 38 സ്റ്റാർട്ട് ചെയ്തത്. 38 നിന്ന് എത്ര വരെ വന്നു? ഒരു 59-60 റീജിയനിലേക്ക് വന്നു. ഏകദേശം ഒരു 15 രൂപ മുകളിലേക്ക് വന്നു, 20 രൂപയ്ക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു റീജിയണിൽ ഇത് ശരിയായ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ഏകദേശം ഇത്രയും വലിയ ഒരു സ്വിംഗ് ഒക്കെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എത്ര വലിയത്? ഇവിടെ 20 രൂപയാണ് മൂവ് ചെയ്തെങ്കിൽ നമുക്കൊരു മിനിമം 15 രൂപയെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ മുകളിലേക്ക് 15 രൂപയെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ 15 രൂപ എത്രയാണ്? ഇവിടെ 8ൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് നമ്മൾ എത്ര കൊടുക്കാൻ റെഡിയാണ്? 8 രൂപ. നമ്മൾ മാർക്കറ്റിൽ എത്ര എടുക്കാൻ റെഡിയാണ്? 8നേക്കാളും കൂടുതൽ. അതിപ്പോൾ 10 ആകാം, അല്ലെങ്കിൽ 12 ആകാം, അല്ലെങ്കിൽ 15 ആകാം. അപ്പോൾ 15 രൂപയ്ക്കാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്നതെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. അതായത് മാർക്കറ്റിൽ നമ്മൾ 8 രൂപ കൊടുത്തിട്ട് ഇൻ കേസ് നമ്മൾ റോങ് ആണെങ്കിൽ മാർക്കറ്റിലേക്ക് നമ്മൾ 8 രൂപ കൊടുക്കുന്നു, അത് നമ്മൾ ശരിയാണെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് 15 രൂപ എടുക്കാൻ റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ നോക്കണം. നമ്മൾ ഈ ഒരു എൻട്രി എടുത്തതിന് ശേഷം ഇതിന് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചാർട്ടിൽ ആ ഒരു വലിയ ചാർട്ടിൽ നമ്മൾ ഈ ഒരു ലെവൽസ് പ്ലോട്ട് ചെയ്തത് എന്തിനാണ്? ആ ഒരു ലെവൽ ആദ്യമേ പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞത് എന്തിനാണ്? ആ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസിനും ഈ ഒരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പം ഇതിനു മുമ്പും ഈ ഒരു ലെവൽ കണ്ടോ, ഈ ഒരു ലെവലിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ ഇത് മുകളിലേക്ക് പോകുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു ലെവലും കൂടെ കിടക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു സ്വിങ്ങിൻ്റെ ഹൈ. അപ്പം അവിടെ ഒരുപക്ഷേ അവിടെ നിന്ന് യു ടേൺ ആയേക്കാം, അല്ലെങ്കിൽ അത് ഇവിടെ നമുക്ക് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലൊക്കെ ആണെങ്കിൽ അത് ബ്രേക്കൗട്ട് ചെയ്ത് കളയും. ഓക്കെ, അത് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ലെവൽ ഏതാണ്? നെക്സ്റ്റ് ലെവലാണ് ഈ ഒരു ലെവൽ. അതേതാണ്? ഈ ഒരു പോയിൻറ്റ്, ഈ ഒരു പോയിൻറ്റ്, ഈ ഒരു പോയിൻറ്റ്, ഈ ഒരു പോയിൻറ്റ്. അതപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് യു ടേൺ അടിക്കാൻ പോസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഇനി നമ്മൾ ആ ഒരു ലെവൽ നമ്മൾ മുകളിൽ നോക്കുക. ഈ ഒരു ലെവലിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, മാർക്കറ്റിലേക്ക് നമ്മൾ എത്ര രൂപയാണ്? 8 രൂപയാണ് കൊടുക്കുന്നത്. ഒരു 62 എൻട്രി എടുക്കുന്നതെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ 54 എക്സിറ്റ് ആകുന്നതിൽ 8 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അത് ഏകദേശം 71-72 നമ്മൾ 62 നിന്ന് 10 രൂപ മുകളിലാണ് നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് ലെവലുള്ളത്. അപ്പം ഇവിടെ 10 രൂപ മുകളിലേക്ക് പോയി കഴിഞ്ഞാലും നമ്മൾ 8 രൂപ മാർക്കറ്റിലേക്ക് കൊടുക്കാൻ റെഡി ആണെങ്കിൽ അതിനേക്കാളും കൂടുതലാണ് 10 രൂപ. അപ്പം അങ്ങനെ ഒരു സിനാരിയോ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കാം. ഓക്കെ, അതല്ല ഇവിടെ തൊട്ടടുത്താണ് സ്ട്രോങ് ആയിട്ട്, ഈ ഒരു റീജിയനിലാണ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എങ്കിൽ നമ്മൾ ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ടാർഗറ്റ് വളരെ ചെറുതായി പോകും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്? സ്റ്റോപ്പ് ലോസ് വലുതുമാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും വെക്കാതിരിക്കുക. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ടാർഗറ്റിനേക്കാളും ചെറുതായിരിക്കണം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എപ്പോഴും ടാർഗറ്റിനേക്കാളും, ഇത് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ടാർഗറ്റ് എപ്പോഴും ഇതിനേക്കാളും വലുതായിരിക്കണം. ഓക്കെ, ഇത് വലുതായിരിക്കണം ടാർഗറ്റ്. ഓക്കെ, ഇത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി വേറെ സ്റ്റോക്കിൽ നമുക്ക് എൻട്രി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ മറ്റൊരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. കോക്കറയിൽ എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഇവിടെ വീക്ക്ലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു റീജിയണിൽ പതുക്കെ സ്റ്റോക്ക് അപ് ട്രെൻഡിലേക്ക് വന്നു. ഇവിടെ അപ് ട്രെൻഡിലേക്ക് വന്നതിന് ശേഷം ഇതുണ്ടോ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ്. അപ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലായി ഈ ഒരു ലെവലൊക്കെ ബ്രേക്കൗട്ട് തന്ന് മുകളിലേക്ക് പോകുന്നത് കണ്ടപ്പം അവിടെ നല്ല സ്ട്രെങ്ത് ഉണ്ടെന്ന്. അതിനുശേഷം കണ്ടോ, ഇവിടെ വോളിയം കുറഞ്ഞു, ഒരു കൺസോൾട്ടേഷൻ നടന്നു, ഒപ്പം ഒരു ചാർട്ട് പാറ്റേണും ഫോം ചെയ്തു. ഓക്കെ, ചാർട്ട് പാറ്റേണും ഫോം ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ചാർട്ട് പാറ്റേൺ മുകളിലേക്ക് നമുക്കൊരു ബ്രേക്കൗട്ട് ആണ് തരുന്നതെങ്കിൽ ആ ഒരു ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാം. ഇവിടെ ബ്രേക്കൗട്ട് തന്നു, ഈ ഒരു വീക്കിലി ക്യാൻഡിൽ ഇവിടെ ഒരു ക്ലോസിംഗ് തന്നു. ഈ ഒരു ബ്രേക്കൗട്ട് ക്യാൻഡിൽ നമുക്ക് തന്നപ്പം ഇവിടെയാണ് ക്ലോസിംഗ് തന്നത്. അപ്പം ഇവിടെ എന്താണ്, EMA 20 താഴെയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ എൻട്രി ഇവിടെയാണ് വരുന്നത്, വീക്കിലിയിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നത് ഈ ഒരു ക്യാൻഡിലാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെ വരും? ഒന്നുകിൽ ഈ ഒരു റീജിയണിൽ. അപ്പം ഏകദേശം 2000 താഴെയാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു 2600 എന്ന റീജിയനിലാണ് നമ്മൾ ഏകദേശം എൻട്രി എടുക്കുന്നതെങ്കിൽ, ആ ഒരു വീക്കിലിയിൽ അവസാനത്തിലാണ് നമ്മൾ ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ, അപ്പം ആ ഒരു സിനാരിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സ്വിങ് എത്ര വലുതാണ്. ഈ ഒരു സ്വിങ് ഈ ഒരു ഇവിടെ നിന്ന് ഏകദേശം ഇത്രയും തന്നെയേ വരത്തുള്ളൂ. ഓക്കെ, നമ്മൾ എൻട്രി എടുക്കുന്ന ഈ ഒരു റീജിയനിലാണ്. ഇനി നമുക്ക് ടാർഗറ്റിലേക്ക് എത്ര വലുപ്പമുണ്ട്? വലുപ്പം കുറവാണ്. ഇവിടെ സ്റ്റോപ്പ് ലോസ് എത്രയാണ് വരുന്നത്?
സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇത്രയും വലിയ സ്റ്റോപ്പ് ലോസാണ് വരുന്നത്. ഏകദേശം 2500 നിന്ന് 2000 വരെ ഏകദേശം എത്ര പെർസെൻറ്റേജാണ്? നമുക്ക് ഏകദേശം 20% ഒക്കെയാണ് നമുക്ക് വരുന്നത്. 250 രൂപ 10%, 500 രൂപ 20% ഒക്കെയാണ് ഈ ഒരു സ്റ്റോക്കിൽ സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പോൾ നമുക്ക് 20% മിനിമം ടാർഗറ്റ് കിട്ടുമെന്ന് നോക്കണം. അപ്പം എത്രയാണ് നമുക്ക് 20% നമുക്ക് എക്സാക്റ്റ് ആയിട്ട് 3000 വന്നിട്ടുണ്ട്. അതായത് 2500 നമ്മൾ എക്സാക്റ്റ് ആയിട്ട് എൻട്രി എടുത്തതെങ്കിൽ നമ്മൾ 2500 അല്ല 2600 നമുക്ക് എൻട്രി വരുള്ളൂ. കാരണം ഇവിടെയാണ് ക്ലോസിങ് വന്നത്. അപ്പം നമുക്ക് 3200 മുകളിലേക്കെങ്കിലും മിനിമം കിട്ടുവാണെങ്കിലാണ് നമുക്ക് ഇവിടെ എൻട്രി എടുക്കാവുള്ളൂ. നമുക്ക് ഈ ഒരു സ്വിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടാനൊരു പോസിബിലിറ്റി കുറവാണ്. ഇവിടെ നല്ല വലുപ്പത്തിൽ പ്രൈസ് ഒത്തിരി മുകളിലേക്കും പോയി. അപ്പം ഇങ്ങനെയുള്ള എൻട്രി കൺസിഡർ ചെയ്യാമോ? ഇങ്ങനെയുള്ള എൻട്രി വീക്കിലി ക്യാൻഡിലിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ ഇവിടെ വലിയൊരു പ്രൈസ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അതേ നമുക്ക് സംബന്ധിച്ചിടത്തോളം അത് ഡെയിലി ക്യാൻഡിലേക്ക് പോയി നമുക്ക് ഡെയിലിയിലൊരു ബ്രേക്ക്ഔട്ട് ആണ് നമ്മൾ കണ്ടെത്തുന്നതെങ്കിൽ അവിടെ നമുക്ക് നല്ലൊരു സ്റ്റോപ്പ് ലോസിൽ നമുക്ക് എൻട്രി കണ്ടെത്താം. അതാണ് നമ്മൾ ഡെയിലിയിൽ എക്സാക്റ്റ് ആയിട്ടുള്ള എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ മാർക്കറ്റിന് കൊടുക്കേണ്ട SL ചെറുതും ടാർഗറ്റ് വലുതും അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈമറി ട്രെൻഡ് ഇതിൻ്റെ എന്തായിരുന്നു? വീക്കിലി ക്യാൻഡിലിൽ അത് അപ് ട്രെൻഡാണ്. ഓക്കെ, ഇനി ഈ ഒരു മൂവിങ് ആവറേജ് താഴെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ? സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സിനാരിയോയിൽ ഈ ഒരു ഡെയിലി ക്യാൻഡിൽ വോളിയം ഇൻക്രീസ് ചെയ്ത് കണ്ടോ? ഇവിടെ ഈ ഒരു പുൾബാക്ക് വന്നത് കണ്ടോ? അതുപോലെ തന്നെ ഇവിടെ ഒരു ചാർട്ട് പാറ്റേൺ പോലെ ഫോം ചെയ്ത് കണ്ടോ? അപ്പോൾ ഈ ഒരു ചാർട്ട് പാറ്റേൺ ബ്രേക്ക്ഔട്ട് അല്ലേ ഇവിടെ സംഭവിച്ചത്? ഓക്കെ, അതിനുശേഷം കണ്ടോ ആ ഒരു ചാർട്ട് പാറ്റേൺ ബ്രേക്ക്ഔട്ട് സംഭവിച്ചതിന് ശേഷം കണ്ടോ ഇത്ര സ്പീഡിൽ മൂവ് ചെയ്തത്. അപ്പം നമ്മളിവിടെ എക്സാക്റ്റ് എൻട്രിയാണ് എടുത്തത്. ഈ ഒരു സ്റ്റോക്കിൽ ഈ ഒരു പ്രൈസിൽ ഒന്നും എൻട്രി ഇല്ല. എൻട്രി എവിടെയാണുള്ളത്? എൻട്രി ഈ ഒരു റീജിയനിലാണ്. ഇതിൻ്റെ അകത്ത് ഏകദേശം ഇത്രയും മെയ്, ജൂൺ, ജൂലൈ ഈ ഒരു മാസത്തിൽ തന്നെ ഈ ഒരു റീജിയനിലാണ് നമുക്ക് എൻട്രി വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ കറക്റ്റ് ആക്യുറേറ്റ് എൻട്രിയാണ് എടുത്തത്. ഇപ്പോൾ ഇവിടെ SL എത്രയായിരിക്കും? ഒന്നുകിൽ ഇത് 2250 എൻട്രി എടുക്കുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒന്നെങ്കിൽ ഈ ഒരു സ്വിങ്ങിന് താഴെ 2000 ഇടാം, അല്ലെങ്കിൽ ഈ ഒരു ഡെയിലി ക്യാൻഡിലിന് താഴെയാണെങ്കിലും ഒരു ക്ലോസിംഗ് വരുവാണെങ്കിൽ അതൊരു ഫാൾസ് ബ്രേക്ക്ഔട്ട് ആയിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് എക്സിറ്റ് ആവും. അപ്പോൾ അത് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. ഇപ്പം അങ്ങനെ ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ് എങ്കിലും അതും കൺസിഡറബിൾ ആണ്. അത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും എക്സിറ്റ് മെത്തേഡിൻ്റെ അത് പഠിക്കും. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഇവിടെ നമ്മൾ ഒരു 100 രൂപയൊക്കെയാണ് മാർക്കറ്റിന് കൊടുക്കാൻ തയ്യാറാവുള്ളൂ ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെയാണ് സ്റ്റോപ്പ് ലോസ് ഇടുന്നെങ്കിൽ. അപ്പോൾ നമുക്കിവിടെ അറിയാം ഇത്രയും സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നല്ലൊരു കൺസോൾട്ടേഷൻ വന്നിട്ടുണ്ട്. ഇത് ശരിയായ ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ ഇത്രയും വലിയൊരു മൂവ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ ഒരു വലിയൊരു ടാർഗറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, അതിമനോഹരമായിട്ട് ഈ ഒരു 2250 നിന്ന് 3000 വരെയുള്ള മൂവ്മെൻറ്റ് തന്നു. അപ്പോൾ അതെന്താണ്? അവിടെ നല്ല റിസ്കിൽ കയറിയിട്ടാണ് നല്ല റിവാർഡ് എടുത്ത് നമ്മൾ എക്സിറ്റ് ആയത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് നമ്മൾ ടൈം ഫ്രെയിം സ്വിച്ച് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസും കൂടെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് മറ്റൊരു സ്റ്റോക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജിൻഡൽ സോ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ജിൻഡൽ സോ. അപ്പോൾ ഇവിടെ എന്താണ്? ഈ ഒരു സ്റ്റോക്കിൻ്റെ ഈ ഒരു ലെവൽസിൻ്റെ അകത്ത് നമ്മളൊരു എൻട്രി കണ്ടെത്താൻ പോകുന്ന സിനാരിയോയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലായിരുന്നു ഇത് 200 എന്നത്. ആ ഒരു ലെവൽ ഇത് കണ്ടോ മൾട്ടിപ്പിൾ ടൈമിൽ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഒരു സ്ട്രോങ് ലെവലായിരുന്നു. ഓക്കെ, ഈ ഒരു വീക്കിലി ക്യാൻഡിൽ അതിന് ബ്രേക്ക്ഔട്ട് തരുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് മനസ്സിലായി ഇവിടെ എന്താണ്? സ്റ്റോക്ക് അപ് ട്രെൻഡിലാണ്. ഇവിടെ തൊട്ട് അപ് ട്രെൻഡിൽ റൈസിംഗ് ആണ്. ഓക്കെ, ഇവിടെ നല്ല രീതിയിൽ വോളിയം കൂടുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി വീക്കിലിയിലോട്ട് പോയിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഒരു എവിടെയെങ്കിലും പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇവിടെ ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുണ്ടോ? ഇവിടെ ഒരു ഷോർട്ട് ടൈം അപ് ട്രെൻഡ്. അതുപോലെ തന്നെ ഇനി ആ ഒരു പുൾ ബാക്കിന് ശേഷം ആ പുൾ ബാക്കിൽ ഒരു ചാർട്ട് പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടോ? പ്രൈസ് മുകളിലേക്ക് പോയി താഴോട്ട് വന്നു, മുകളിലേക്ക് പോയി താഴോട്ട് വന്നു, മുകളിലേക്ക് പോയി താഴോട്ട് വന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു ചെറിയ പ്രൈസ് ആക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം അത് ബ്രേക്ക്ഔട്ട് തരുന്നുണ്ടോ? ബ്രേക്ക്ഔട്ട് തരുന്നുണ്ട്. വോളിയം ഉണ്ടോ? വോളിയം ഉണ്ട്. ഈ ക്യാൻഡിലിന് സ്ട്രെങ്ത് ഉണ്ടോ? ക്യാൻഡിൽ നല്ലൊരു അത്യാവശ്യം മോശമില്ലാത്ത ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. പ്രൈസ് സ്റ്റാർട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോയി കുറച്ച് താഴെ വന്ന ഒരു സെല്ലിംഗ് പ്രഷറോട് കൂടി അവസാനിച്ചു. എങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് നിന്ന് പ്രൈസ് മുകളിലേക്ക് പോയതായിട്ട് കണ്ടു. അപ്പോൾ അവിടെ എന്താണ് സെൻറ്റിമെൻറ്റ്സ്? അത് ബ്രേക്ക്ഔട്ട് ആയിട്ട് ആൾക്കാരെല്ലാം അക്സെപ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ക്ലോസിങ് തന്നു. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു എത്രയാണ് 100 നിന്ന് 150 വരെയുള്ള മൊമെൻറ്റമാണ് നമുക്ക് കിട്ടിയതെങ്കിൽ അപ്പം ഈ ഒരു ലെവലിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് 175 ആണെങ്കിൽ 175 നിന്ന് ഒരു 225 ലെവൽ വരെയൊക്കെയുള്ള ഒരു സ്പീഡിൽ മൊമെൻറ്റം കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഈ ഒരു ലെവലൊക്കെ വരെ. ഓക്കെ, അപ്പം അത്രയാണ് എക്സ്പെക്റ്റ് ചെയ്യാവുള്ളൂ. ഒരുപാട് മുകളിലേക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം. ഓക്കെ, അത് നമ്മൾ റൺ ചെയ്യേണ്ടത് നമ്മുടെ ഒരു കാര്യമാണ്. നമുക്ക് വലിയ പ്രോഫിറ്റും എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ നമുക്ക് ഈ ഒരു റീജിയനിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ എവിടെ സ്റ്റോപ്പ് ലോസ് ഇടാം? ഇതിൻ്റെ താഴെ വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇടാം, അല്ലെങ്കിൽ ഈ ഒരു സ്വിങ്ങിൻ്റെ താഴെ ഏകദേശം സ്റ്റോപ്പ് ലോസ് ഇടാം. ഓക്കെ, ഈ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് കംഫർട്ടബിൾ ആണോ? നമുക്ക് ടാർഗറ്റ് ഇത്രയും കിട്ടാനുണ്ടെങ്കിൽ
ഇത്രയും കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസ് കംഫർട്ടബിൾ ആണോ? ഓക്കെ, കംഫർട്ടബിൾ ആണ്. അതായത് നമുക്ക് റിസ്ക് നമ്മൾ 1ഉം റിവാർഡ് 1നേക്കാളും കൂടുതലാണ്. അതായത് റിസ്ക് എത്രയാണ്? നമ്മൾ 10 എടുക്കുന്നതെങ്കിൽ റിവാർഡ് ഒരു 15ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ നമ്മൾ ഓക്കെയാണോ? ഈ ഒരു സിനാരിയോയിൽ നമ്മൾ ഓക്കെയാണ് റിസ്ക് റിവാർഡ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു റീജിയണിൽ എൻട്രി എടുക്കുമ്പോൾ ഇതിന് മുകളിലുള്ള റെസിസ്റ്റൻസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വലിയ ടൈം എടുക്കുമ്പം ഈ ഒരു സിനാരിയോയിൽ ഈ ഒരു ടൈം ഒന്ന് സ്വിച്ച് ചെയ്യുമ്പം നമ്മൾ മന്ത്ലിയിൽ ഇതിന് മുകളിൽ ഏതെങ്കിലും ലെവൽസ് ഉണ്ടോ? ഇതിന് മുകളിൽ ലെവൽസ് ഒന്നുമില്ല. അതൊരു ബ്രേക്കൗട്ടും കൂടെയാണ് നടന്നത്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്കൗട്ടും കൂടെ നടന്നത്. അത് ലാസ്റ്റ് പോയിൻ്റാണ്. അതിന് മുകളിൽ ഇവിടെ ഒന്നും സ്റ്റോക്ക് ട്രേഡ് ചെയ്ത് തിരിച്ച് വന്നിട്ടില്ല. ഇവിടെ ഒന്നും റെസിസ്റ്റൻസ് ഇല്ല. അങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതും കൺസിഡർ ചെയ്യണമായിരുന്നു. അവിടെ പോയി തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു ടാർഗറ്റ് നമുക്ക് വെക്കുമ്പം ആ ഒരു ടാർഗറ്റ് നമ്മുടെ റിസ്ക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലതാണോ എന്നും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ഓക്കെയാണോ? ഇത് ഓക്കെയാണ്. അപ്പോൾ ആ ഒരു സിനാരിയോയിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എൻട്രി എടുക്കാം. അപ്പം ഇനി നമുക്ക് ആ ഒരു സിനാരിയോയിൽ എൻട്രി എടുത്തു. ഇനി ആ ഒരു പുൾ ബാക്ക് ഇത്രയും മൂവ് ചെയ്തു, സ്വിങ് ഇത്രയും നല്ലൊരു സ്വിങ് തന്നു. അതിനുശേഷം വീണ്ടും ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റോക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. നമ്മൾ അതിന് വേണ്ടി അതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും പാറ്റേൺസ് ഫോം ചെയ്യുന്നുണ്ടോ? നമുക്ക് ഡെയിലിയിലോട്ട് പോയപ്പം നമുക്ക് അവിടെ വീണ്ടും ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നത് കണ്ടു. അതിമനോഹരമായിട്ടുള്ള ഒരു ട്രയാങ്കിൾ പാറ്റേൺ. നമ്മൾ ട്രയാങ്കിൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു, പക്ഷേ ട്രയാങ്കിളിൽ നമുക്ക് അധികം കിട്ടിയില്ലായിരുന്നു. ഇതുണ്ടോ ട്രയാങ്കിൾ? ഈ ഒരു സ്റ്റോക്കിലൊക്കെ നമ്മൾ ഈ ഒരു റീജിയണിൽ നമ്മൾ എൻട്രി എടുത്ത ഒരു റീജിയനാണ് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ. ഓക്കെ, ഉണ്ടോ? എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ബ്രേക്കൗട്ട് തന്നു. ഓക്കെ, ഈ ഒരു ബ്രേക്കൗട്ട് ക്യാൻഡിൽ വോളിയം ഇച്ചിരി കുറവായിരുന്നു. ഓക്കെ, ബട്ട് നമ്മളതൊരു ബ്രേക്കൗട്ടായിട്ട് കൺസിഡർ ചെയ്യുവാണ്. കാരണം നമുക്ക് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ അവിടെ കിട്ടിയിരുന്നു. അതിനൊപ്പം തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ ആണ് അവിടെ കിട്ടിയത്. EMA 20 ക്ലിയർ ആയിട്ട് സപ്പോർട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു പുൾ ബാക്ക് ആയിരുന്നു. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നല്ലതായി കിട്ടി. ഒരു ചെറിയ ഒരു വോളിയം എന്ന ഒരു കാര്യം കുറച്ച് മൈനസ് ആയിരുന്നു. ബട്ട് നമ്മൾ അവിടെ ഒരു എൻട്രി എടുക്കുകയാണ് ചെയ്തത്. എല്ലാ കാര്യങ്ങളും 100% എല്ലാ സ്റ്റോക്കിലും കിട്ടണമെന്നില്ല. ചില കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ മാക്സിമം 100% കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം അതുപോലെ തന്നെ ഇവിടെ എൻട്രി എടുത്തതിന് ശേഷം എന്താണ് സംഭവിച്ചത്? ആ ഒരു ലെവലിലേക്ക് റീടെസ്റ്റിന് വേണ്ടി വന്നു. ഈ ഒരു ലെവലിലേക്ക് റീടെസ്റ്റിന് വേണ്ടി വന്നു. എന്ത് മനോഹരമായിട്ടാണ് നമ്മുടെ പ്രൈസ് ആക്ഷൻ ഇവിടെ ആക്ട് ചെയ്തത്. ബ്രേക്കൗട്ട് ക്യാൻഡിൽ റീടെസ്റ്റിന് ശേഷം വീണ്ടും അതിമനോഹരമായിട്ടുള്ള റാലി. ഓക്കെ, ഈ റാലിക്ക് ശേഷം എന്താണ് സംഭവിച്ചത്? വീണ്ടും ഇത്രയും റാലി കിട്ടി, നല്ലൊരു റാലി കിട്ടി. ഓക്കെ, അതിനുശേഷം ഇവിടെ നിന്ന് സ്ട്രോങ് ആയിട്ടൊരു സെല്ലിങ് കണ്ടു. അപ്പോൾ ഒരു സെല്ലിങ് കണ്ട് ഇതിൻ്റെ താഴെ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു സിനാരിയോയിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യുമോ? ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ സോൺ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം മൂവിങ് ആവറേജും ഒരു ഈക്വൽ റീജിയനിലാണ് പോകുന്നത്. അപ്പം ഈ ഒരു കറണ്ട് സിനാരിയോയിൽ ഡെയിലി ബേസിസിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് സൈഡ് വേസിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ, ഇനി 350 എന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലോട് കൂടി ബ്രേക്കൗട്ട് തരുവാണ്. അതിൻ്റെ താഴെ തന്നെ നമുക്ക് EMA 20 സപ്പോർട്ട്, ഒപ്പം റൈസിങ് EMA 20 കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല വോളിയം കൂടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലും ഈ ഒരു സ്റ്റോക്കും നമുക്ക് സ്ട്രെങ്ത് ഉള്ള ബുള്ളിഷ് ക്യാൻഡിലും കൂടെയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു ലെവൽ അങ്ങ് ക്രോസ് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതൊരു ബ്രേക്കൗട്ട് ആയിട്ട് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് സ്വിങ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ ഒരു റീജിയൺ ഇങ്ങനെ ട്രേഡ് ചെയ്ത് ഒരുപക്ഷെ ഇങ്ങനെ ട്രേഡ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴായിരിക്കും അത് ബ്രേക്കൗട്ട് തരത്തുള്ളൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിങ്ങനെ പോയി താഴോട്ടായിരിക്കും ബ്രേക്ക് ഡൗൺ തരുന്നത്. അപ്പോൾ താഴോട്ടാണ് ബ്രേക്ക് ഡൗൺ തരുന്നതെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു സ്റ്റോക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കിടക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ അകത്ത് ഉടനെ നമ്മൾ എൻട്രി എടുക്കാൻ പോകുന്നില്ല. വീണ്ടും അന്നേരം ഈ ഒരു EMA 20 ഫാളിങ് ആകാൻ തുടങ്ങും. ആ ഒരു സ്റ്റോക്ക് ഒരു സെക്കൻഡറി ട്രെൻഡ് സ്റ്റാർട്ടിങ്ങിൽ അത് ബിയറിഷ് മോഡിലേക്ക് പോകും. അതിനുശേഷം അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് പ്രൈമറി ട്രെൻഡും ബിയറിഷിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ ഒരു സെക്കൻഡറി ട്രെൻഡ് വലിയൊരു ട്രെൻഡാണെങ്കിൽ. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ക്ലോസിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു ബ്രേക്കൗട്ട് ക്യാൻഡിൽ ക്ലോസ് ആകണം. അല്ലാതെ രാവിലെ തന്നെ ഇത്രയും മുകളിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അതിൻ്റെ അകത്ത് എൻട്രി എടുക്കരുത്. ഓക്കെ, അപ്പം ഒരുപക്ഷെ ഇങ്ങനെ പോയി ഇതുവരെ പോയിട്ട് താഴോട്ട് വന്ന് ഇതിൻ്റെ അകത്ത് തന്നെ ക്ലോസ് ചെയ്യും. അപ്പോൾ അവിടെ എന്താണ്, ആ മുകളിലേക്ക് കയറാൻ നോക്കി, അവിടെ നിന്ന് സെല്ല് ചെയ്ത് താഴെ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ എൻട്രി ശരിയായിരുന്നു അല്ല. അപ്പോൾ ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ എൻട്രി മെത്തേഡ് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടുള്ള എൻട്രി മെത്തേഡ്സൊക്കെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഒരു വീഡിയോ കൂടെ ചെയ്യും. എൻട്രി, എക്സിറ്റ്, അതുപോലെ തന്നെ നമ്മുടെ മണി മാനേജ്മെൻറ്റ് എല്ലാം കൂടെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും.
ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കറ്റ് റണ്ണിങ് ടൈമാണ് ഇപ്പം 3 മണി 3:25 3:28 ആയിരിക്കുന്നു. അപ്പോൾ മാർക്കറ്റ് ഓപ്പണിംഗ് ടൈമിൽ എങ്ങനെ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ടി ഐയിലാണ് എൻട്രി എടുക്കേണ്ടത്. അപ്പോൾ ടി ഐയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സെറോദയിൽ ബൈ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റെഗുലർ ഓർഡറാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ എത്ര ക്വാണ്ടിറ്റി വേണം സെലക്ട് ചെയ്യുക, ഏത് പ്രൈസിലാണോ ബൈ ചെയ്യേണ്ടത് അത് സേവ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നമ്മളൊരു 30 ക്വാണ്ടിറ്റിയാണ് വാങ്ങുന്നതെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ ഇത് കണ്ടോ ലോങ് ടേം CNC എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാർക്കറ്റ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം. മാർക്കറ്റ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രൈസിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബൈ ചെയ്യാം. അതല്ല ലിമിറ്റ് എന്നതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ പ്രൈസ് നമുക്ക് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ 213 ട്രേഡ് ചെയ്യുന്നതെങ്കിൽ 214 215 നമുക്ക് പ്രൈസ് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ മാർക്കറ്റ് ഓർഡറാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ഒരു സ്റ്റോക്ക് ഇത് കണ്ടോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. TI by CNC കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ പൊസിഷനിലെ അകത്തായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ ഇത് കണ്ടോ പൊസിഷൻ്റെ അകത്തായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ ഇനി ഈ ഒരു പൊസിഷൻ്റെ അകത്ത് കിടക്കുന്നത് നമുക്ക് നെക്സ്റ്റ് ദിവസം ആകുമ്പോഴത്തേനും നമ്മുടെ ഹോൾഡിങ്സിൻ്റെ അകത്തിട്ട് വരും. ഓക്കെ, ഇപ്പോൾ ഹോൾഡിങ്സിൽ ഓൾറെഡി 4 സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. അപ്പം ആദ്യമേ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് ഈ ഒരു റീജിയണിലാണ് കാണുന്നത്. അതിനുശേഷം ഇത് ഈ ഒരു ഹോൾഡിങ്സിലേക്ക് 4 ദിവസം കഴിയുമ്പോഴത്തേനുമാണ് അടുത്ത ദിവസമാണ് വരുന്നത്. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട്, 3:30 അപ്പോൾ ഒരു ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിയാണ് ഇങ്ങനൊരു സ്റ്റോക്കിൽ എൻട്രി എടുത്ത് കാണിച്ചു തന്നത്. അപ്പോൾ ഇനി ഈ ഒരു സ്റ്റോക്ക് റൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ സെല്ല് ചെയ്ത് എക്സിറ്റ് ആയതാണ്. അപ്പം സെല്ല് ചെയ്ത് കഴിയുമ്പോഴും ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പൊസിഷൻ്റെ അകത്ത്. അപ്പോൾ ഈ മങ്ങിക്കിടക്കുന്ന ഓർഡറിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇല്ല. നമ്മളൊരു സ്റ്റോക്കിനെ വിറ്റ് കഴിയുമ്പോഴത്തേനും ആ ഒരു സ്റ്റോക്ക് ആ ഒരു പൊസിഷനിൽ ഒരു ദിവസം ആ വിൽക്കുന്ന ദിവസം കിടക്കും. അടുത്ത ദിവസം ആകുമ്പോഴത്തേനും അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മാഞ്ഞു പോകും. അപ്പം നമ്മൾ വിൽക്കുന്ന സമയത്ത് നമ്മൾ ഓർഡർ ഇതുപോലെ മങ്ങിയ രീതിയിലാണ് കാണുന്നത്. അതുപോലെ തന്നെ മൈനസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. കണ്ടോ ഇവിടെ സോൾഡ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ വിറ്റ സ്റ്റോക്കാണ്. ഓക്കെ, ഈ ഒരു പൊസിഷനകത്ത് കിടക്കുന്നത്. അതുപോലെ തന്നെ വാങ്ങുന്ന സമയത്ത് നമുക്കിങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാർക്ക് കളറിൽ കാണാൻ സാധിക്കും, ക്വാണ്ടിറ്റി കാണാൻ സാധിക്കും, ആവറേജ് പ്രൈസ് നമ്മൾ എടുത്ത ആവറേജ് പ്രൈസ്, ഹോൾഡിംഗ് CNC എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുത്തു. ഇനി ഒരു സ്റ്റോക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേനും അത് പ്രോഫിറ്റിലേക്കാണോ പോകുന്നത് ലോസിലേക്കാണോ പോകുന്നതെന്ന് നോക്കി നമ്മൾ കൃത്യമായിട്ട് അവിടെ എക്സിറ്റ് ആവുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. ഇനി ഇപ്പോൾ മാർക്കറ്റ് ഓഫായിട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ, അതായത് മാർക്കറ്റ് ഓഫായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ രാത്രിയിൽ പഠനങ്ങളൊക്കെ നടത്തി നെക്സ്റ്റ് ഡേയിലേക്ക് നമുക്ക് ആ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കണമെന്നാണെങ്കിൽ നമുക്കിവിടെ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ റെഗുലർ ഓർഡറാണ് നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ലോങ് ടൈം CNC തന്നെ ക്വാണ്ടിറ്റി ഇവിടെ എത്രയാണ്? ക്വാണ്ടിറ്റി 30 തന്നെ. നമ്മൾ 30 തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 30. ഇവിടെ എന്താണ് മാറ്റം വന്നത്? നമുക്ക് മാറ്റം വന്നത് ഈ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറായി. മാർക്കറ്റിന് ശേഷം നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈമിലാണെങ്കിൽ റെഗുലർ ഓർഡറാണ് പ്ലേസ് ചെയ്യുന്നത്. ബാക്കി ക്വാണ്ടിറ്റിയും പ്രൈസും ലോങ് ടൈം CNC മാർക്കറ്റ് പ്രൈസും എല്ലാം സെയിം ആണ്. അപ്പം വേണമെങ്കിൽ നമുക്ക് കൃത്യമായൊരു പ്രൈസിൽ എൻട്രി എടുക്കണമെങ്കിലാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ എടുക്കുന്നത്. അത് 214 ട്രേഡ് ചെയ്യുന്നതെങ്കിൽ 215 അല്ലെങ്കിൽ 213 കറക്റ്റായിട്ട് ആ ഒരു പ്രൈസിൽ തന്നെ എൻട്രി എടുക്കണമെങ്കിൽ നമുക്ക് ലിമിറ്റ് ഓർഡർ സെലക്ട് ചെയ്യാം. ലിമിറ്റ് ഓർഡറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ പ്രൈസ് അടിച്ചു കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ബൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള ഓർഡേഴ്സ് ഉപയോഗിച്ച് നമുക്ക് സ്റ്റോക്ക് ബൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഞാനൊന്ന് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓരോ ഓർഡേഴ്സും ഒന്നും ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ടുള്ള നോർമൽ റെഗുലർ ഓർഡറിൽ നമ്മൾ സാധാരണ സ്റ്റോക്ക് ഹോൾഡിങ്സിലേക്ക് ബൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ ഉപയോഗിച്ച് മാർക്കറ്റ് ഓഫ് ആയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. മാർക്കറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് ആ ഒരു സ്റ്റോക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ആ ഒരു ബൈ ഓർഡേഴ്സ് എങ്ങനെയാണ് ഇടുന്നതെന്നാണ് കാണിച്ചു തന്നത്. ഓക്കെ, താങ്ക് യു.